മുൻപ് ഒരു തവണ മന്ത്രിയായിട്ടുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കെ മുരളീധരൻ മന്ത്രിസഭയിൽ എത്തുന്നത് ഇതാദ്യമായാണ്. കേരള രാഷ്ട്രീയത്തിൽ മുരളീധരനെ പോലെ വീഴ്ചകളും അതിനേക്കാൾ ശക്തമായ തിരിച്ചുവരവും നടത്തിയ നേതാക്കൾ കുറവായിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തോറ്റതോടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചുവെന്ന് കരുതിയിടത്താണ് LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് കെ മുരളീധരൻ VD സതീശൻ മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, UDF ഉണ്ട്. 2001 KPCC അധ്യക്ഷനായതു മുതൽ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ജയിച്ചതുവരെയുള്ള കെ മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കയറ്റിയിറക്കങ്ങളുടെ സമവാക്യം കാണാം. KPCC പ്രസിഡന്റായിരിക്കെ AK ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അധികാരത്തിന്റെ ഉച്ചിയിലായിരുന്നു മുരളി. പക്ഷേ നിയമസഭയിലെത്താൻ വടക്കാഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ പരാജയമായിരുന്നു ഫലം. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ മന്ത്രിയെന്ന ചീത്തപ്പേരുമായി. ആ തോൽവി കേരളത്തിലെ കോൺഗ്രസ് കണ്ട വലിയ പിളർപ്പുകളിലൊന്നിന് വഴിവെട്ടിയെന്നത് പിൽക്കാല ചരിത്രം. DICയും NCPയും കടന്ന് മുരളി വീണ്ടും കോൺഗ്രസിലെത്തി. വട്ടിയൂർക്കാവിൽ നിന്ന് MLA ആയെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാൻ പോലും കഴിയാത്ത കാലമായിരുന്നു. ഇതിനിടയിൽ ലാഭനഷ്ടങ്ങൾ നോക്കാതെ പാർട്ടി പറഞ്ഞ പല ദൗത്യവും മുരളി ഏറ്റെടുത്തു. 2019 മുല്ലപ്പള്ളി ഒഴിഞ്ഞപ്പോൾ വടകരയിലേക്ക്, വടകര MP ആയിരിക്കെ 2021 നേമത്തേക്ക്, 2016 BJP ആദ്യമായി അക്കൗണ്ട് തുറന്ന നേമമണ്ഡലം 2021 പൂട്ടിച്ചത് V ശിവൻകുട്ടിയാണെങ്കിൽ മുരളീധരൻ പിടിച്ച വോട്ട് അതിന് അടിത്തറയായി. അങ്ങനെ കോൺഗ്രസിലെ ട്രബിൾ ഷൂട്ടറായി മാറി മുരളി. 2024 മുരളിയെ തൃശൂരിലേക്ക് പാർട്ടി നിയോഗിച്ചത് ഏറ്റവും അവസാന നിമിഷമായിരുന്നു. കേരളം മുഴുവൻ UDF തരംഗം ആഞ്ഞടിക്കുകയും 18 മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾ ജയിച്ചു വരികയും ചെയ്തപ്പോൾ തൃശൂരിൽ മുരളീധരൻ മൂന്നാമതായി. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നും പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്നും മുരളീധരൻ പ്രഖ്യാപിച്ചപ്പോൾ പലരും കരുതിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമെന്നാണ്. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം വട്ടിയൂർക്കാവിൽ തിരിച്ചെത്തി മണ്ഡലം തിരിച്ചു പിടിച്ച മുരളീധരൻ ഇത്തവണ ജനവിധി നേടി ജയിച്ചു തന്നെ മന്ത്രിയായി. അത് കാലത്തിന്റെ കാവ്യനീതി കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.